നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 3 മേയർമാർ നിയമസഭയിലെത്താൻ തയ്യാറെടുക്കുകയാണ്. CPMന്റെ 3 മേയർമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, കൊച്ചി മേയർ M അനിൽകുമാർ, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് എന്നിവരാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. M അനിൽകുമാറിനും ബീന ഫിലിപ്പിനും നല്ലൊരു ട്രാക്ക് റെക്കോർഡ് പുറകിലുണ്ട്. എന്നാൽ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. M അനിൽകുമാറിനെ തൃപ്പൂണിത്തുറയിലോ തൃക്കാക്കരയിലോ പരീക്ഷിക്കാനാണ് CPM ആലോചിക്കുന്നത്. തൃപ്പൂണിത്തുറയും തൃക്കാക്കരയും UDFന്റെ ഉറച്ച കോട്ടകളാണ്. ബീന ഫിലിപ്പിനെ ഏത് മണ്ഡലത്തിൽ നിർത്തണമെന്ന് ഇതുവരെ CPM തീരുമാനിച്ചിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ, അല്ലെങ്കിൽ നേരത്തെ പ്രദീപ് കുമാറിനെ പോലെയുള്ളവർ നിന്ന് ജയിച്ച ഒരു മണ്ഡലത്തിൽ അവരെ നിർത്തി വിജയിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ തിരുവമ്പാടി പോലുള്ള മണ്ഡലങ്ങൾ പരീക്ഷിക്കാനോ എന്നുള്ള കാര്യം CPM തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ബീന ഫിലിപ്പ് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെ നേമത്ത് മത്സരിപ്പിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നു. കാരണം V ശിവൻകുട്ടി ഇത്തവണ മത്സരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. എന്നാൽ നേമത്ത് ആര്യ രാജേന്ദ്രൻ മത്സരിച്ചാൽ പച്ച തൊടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും. അനിൽകുമാറിനും ബീന ഫിലിപ്പിനും വിജയ സാധ്യതയുണ്ടെങ്കിലും ആര്യയുടെ കാര്യം അങ്ങനെയല്ല. മേയർ എന്നുള്ള നിലയിൽ നിരവധി വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയും കാര്യമായ ട്രാക്ക് റെക്കോർഡ് ഇടാൻ കഴിയാതെ പോവുകയും ചെയ്ത ആര്യയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കടുത്ത രാഷ്ട്രീയ മത്സരം വരുമ്പോൾ ആര്യയെ അവിടെ പരീക്ഷിച്ചാൽ അത് അത്ര എളുപ്പമാകില്ല, പാർട്ടിയുടെ ഭാവി അല്ലെങ്കിൽ എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നാണ് CPM നേതൃത്വം കരുതുന്നത്. എന്നാലും ആര്യയോട് മത്സരിക്കാൻ ഒരുങ്ങിക്കോളാൻ CPM നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അനിൽകുമാറിനും ബീന ഫിലിപ്പിനും വിജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് CPMനുള്ളത്. അനിൽകുമാറിനെ തൃക്കാക്കരയിൽ പരീക്ഷിക്കുക, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ പരീക്ഷിക്കുക. തൃക്കാക്കര എന്നത് UDFന്റെ ഉറച്ച മണ്ഡലമാണ്. ഇപ്പോൾ ഉമാ തോമസ് ആണ് തൃക്കാക്കരയിൽ നിന്നുള്ള MLA. PT തോമസ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർത്തിയാണ് UDF ആ മണ്ഡലം നിലനിർത്തിയത്. തൃപ്പൂണിത്തുറയിൽ K ബാബു ആണ് ജയിച്ചത്, അതും ഉറച്ച UDF മണ്ഡലം തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ M അനിൽകുമാറിനെ പരീക്ഷിക്കാൻ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുമുമ്പ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും അദ്ദേഹം വിജയിക്കുകയുണ്ടായില്ല. എറണാകുളത്ത് UDF സ്ഥാനാർത്ഥി TJ വിനോദിനെതിരെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള വേറൊരു സ്ഥാനാർത്ഥിയെയാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. ബീന ഫിലിപ്പിനെയും നല്ലൊരു മികച്ചൊരു മത്സരം ഉണ്ടാകുന്ന സീറ്റ് നിർത്തിക്കൊണ്ട് അവരെ വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ 3 മേയർമാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് CPM വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം മാത്രമാണ് അല്പം സംശയമുള്ളൂ എന്നാണ് പാർട്ടി പോലും പറയുന്നത്. മറ്റു 2 പേരും തൃപ്പൂണിത്തുറയിൽ നിന്നാൽ M അനിൽകുമാർ വിജയിക്കുമെന്നും ബീന ഫിലിപ്പ് കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നാൽ അവർ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം CPM നേതൃത്വത്തിന് നന്നായുണ്ട്.